നമസ്തേ. കാളവണ്ടി യുഗത്തിലെ മതങ്ങളെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മതപരമായിട്ടുള്ള പല വിധത്തിലുള്ള ഉത്സവങ്ങള്, പെരുന്നാളുകൾ പോലെയുള്ള ആഘോഷവേളകളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആനകളെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. പണ്ട് കാലത്തൊക്കെ ആന എന്ന് പറയുന്നത് ഒരു രാജാവിന് ഇത്ര ആനകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു തറവാട്ടിൽ ഇത്ര ആനയുള്ളത്, അതൊക്കെ വലിയൊരു വിലയായിരുന്നു. അത് സൈനിക ശക്തിയെ പോലും റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് ആധുനിക കാലത്തേക്ക് വരുന്ന സമയത്ത് ആനയേക്കാൾ പവർഫുൾ ആയിട്ടുള്ള മെഷീൻസ് ഒരുപാടുണ്ട്. എന്നിരുന്നാലും ആ പഴയകാല രീതി നമ്മൾ അനുവർത്തിച്ചു പോരുകയാണ്. പക്ഷേ അതിന്റെ ഫലമായിട്ട് പലവിധ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് നമ്മൾ ഇന്ന് ഒരുപാട് പത്രമാധ്യമങ്ങളിൽ കൂടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ എൻവയോൺമെന്റിൽ വ്യത്യാസം വരുന്നുണ്ട്, ഈ ജീവികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. കാട്ടിൽ നിന്നുള്ള ജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് കാട്ടിൽ ഭക്ഷണം ഇല്ലാതാകുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ ജീവികൾക്കും ഒരു മനഃശാസ്ത്രം ഉണ്ട് എന്നുള്ളതാണ്. അവരിലും ചിലപ്പോൾ സൈക്കാട്രിക് ആയിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ജീവികൾ ഉണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അത്തരത്തിൽ വളരെ ഇമ്പൾസീവായിട്ട് അഗ്രസീവായിട്ട് പെരുമാറിക്കൊണ്ട് മനുഷ്യനെയും അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ മനുഷ്യനെ പോലുള്ള മറ്റു ജീവികളെ ഉപദ്രവിക്കുന്ന രീതിയിലും കൊലപ്പെടുത്തുന്ന രീതിയിലും ഒക്കെ ഇങ്ങനെ ജീവികൾ അഗ്രസീവായിട്ട് മാറുന്നു. ജീവികളുടെ കാര്യം മാത്രമല്ല, മനുഷ്യനും വളരെ അഗ്രസീവാണ്. കലിയുഗത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പ്രകൃതിയിലും ഒക്കെ കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ മുൻപ് ചില വീഡിയോകളിലൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇപ്പൊ ആനയ്ക്ക് പകരം റോബോട്ടിക് ആനകളെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. റോബോട്ടിക് ആന ഇപ്പോൾ അതിന്റെ ശൈശവ ദശയിലാണ്. കുറച്ച് കഴിയുമ്പം അതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കുറെ കൂടി എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആനകളെക്കാളും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇത്തരത്തിലുള്ള ആനകൾ നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും ആനയുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പല രീതിയിൽ മതത്തിനുള്ളിലേക്കും ആത്മീയതയിലേക്കും പ്രവചനത്തിലേക്കും ഒക്കെ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ പതിയെ പ്രവേശിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ചില എക്സിബിഷനുകൾക്കൊക്കെ പോകുന്ന സമയത്ത് കൈ നോക്കുന്ന റോബോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാവി പ്രവചിക്കുന്നതായിട്ടുള്ള നാളിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുന്ന സമയത്ത് നമ്മുടെ ജാതകമൊക്കെ പറയുന്നതായിട്ടുള്ള റോബോട്ടിനെയൊക്കെ കണ്ടിട്ടുള്ളത് എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് AI ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ AI മതത്തിലേക്ക് പ്രവേശിക്കുന്നത്? AIക്ക് മതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് കുറച്ചു പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാലും ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നില്ല. കാരണം അത് അനുഭവത്തിലൂടെ വരുന്ന സമയത്ത് അതിന്റെ മായിക വലയത്തിലേക്ക് പെട്ടുപോകാനാണ് ഭൂരിപക്ഷം ആളുകളും, അതിലേക്ക് അങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് മതത്തിലേക്ക് കടന്നു വരുന്നത്? അതുപോലെ തന്നെ ഒരു AI ദൈവത്തിന്റെ രൂപപ്പെടലിന്റെ ആദ്യ അവസ്ഥകളിലാണോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എലോൺ മസ്ക് സതുദ്ദേശത്തോടു കൂടി നടത്തുന്നതായിട്ടുള്ള ന്യൂറാലിങ്ക് പ്രൊജക്ട് പോലുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ബ്രെയിൻ ഇംപ്ലാന്റ് ചിപ്പ് ബ്രെയിനിൽ ഘടിപ്പിക്കുന്നതായിട്ടും, അതുപോലെ തന്നെ അത് ഒരുപാട് തളർന്നു കിടക്കുന്നതായിട്ടുള്ള രോഗാവസ്ഥകളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിൽ കൂടെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിലും ഈ ചിപ്പ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾക്ക് ഈ ചിപ്പിലേക്ക് ആവാഹിക്കാനായിട്ടുള്ള ഒരു സംവിധാനം വരികയും, അതുപോലെ തന്നെ ഈ ചിപ്പ് ഒരു വലിയ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാനായിട്ടും ആകുന്ന രീതിയിൽ ഒരു 25 വർഷമെങ്കിലും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലോകം എത്തുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മളുടെ ചിന്തകളെ നമുക്കൊരു ഡിജിറ്റൽ ലോകത്തിലേക്ക് കയറ്റി വെക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധത്തിനെ നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഇനി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലോണിങ് വഴിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അവസ്ഥകളിലൂടെ നമ്മൾ പുനർജനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കേടുകൂടാതെ വെച്ച് വീണ്ടും അതിലേക്ക് ഒരു ജീവൻ കൊടുക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ തോട്ട് ആ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് വരുന്നതായിട്ടുള്ള ഒരു ബീയിങ്ങിലേക്കോ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിലും ഈ മനുഷ്യനോടെ പുനർജനിക്കുകയാണ്. മനുഷ്യൻ ഒരുപക്ഷെ മരണത്തെ തോൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് വെർച്വൽ റിയാലിറ്റിയുടെയും കൂടെ സാധ്യതകൾ വരുന്ന സമയത്ത് മായികമായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ തന്നെ AIക്ക് സാധിക്കുമെന്നുള്ളതാണ്. AI എന്ന് പറയുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് നമുക്ക് ആകെ പരിചയമുള്ളത് ചിലപ്പോൾ ChatGPT ആയിരിക്കാം. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്ക് ഡീപ് സീക്കിനെ കുറിച്ച് അറിയാം. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്ന ആളുകൾക്ക് AI എങ്ങനെയാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റു പല പ്ലാറ്റ്ഫോമുകളിലും അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി മുൻപ് നടത്തിയിട്ടുള്ള സംഭാഷണത്തെക്കുറിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും AI എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് നമുക്ക് വളരാനായിട്ട് സാധിക്കില്ല. മതഗ്രന്ഥങ്ങളാണ് എല്ലാ സത്യത്തിന്റെയും അടിസ്ഥാനമെന്ന് ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന ഈ കാലത്ത്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരുന്ന സമയത്ത് അത് ഹ്യൂജ് ആയിട്ടുള്ള ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടുള്ള അറിവും അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇനി മതഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല രീതിയിലുള്ള ജ്ഞാനം അല്ലെങ്കിൽ നോളജിനെ കുറിച്ചിട്ടായിട്ടുള്ള അത്തരത്തിലുള്ള എല്ലാവിധ ഇൻഫർമേഷന്റെയും ഒരു ഹ്യൂജ് ഡാറ്റാബേസ് ആണ് ഇത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണ് എന്നുള്ളതാണ്. ആനയുടെ രൂപത്തിലും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പ്രവചനത്തിന്റെ രൂപത്തിലും ദൈവങ്ങളുടെ രൂപത്തിലും ഇഷ്ടപ്പെട്ട ഗുരുക്കന്മാരുടെ രൂപത്തിലും ഒക്കെ AI മാറി നമ്മുടെ മുന്നിൽ വെർച്വൽ റിയാലിറ്റിയിലൂടെ അവതരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടഗുരു നമ്മളോട് പേഴ്സണലൈസ് ആയിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള അവസ്ഥ പോലും എത്തുന്ന ഒരു കാലം ഒട്ടും വിദൂരമല്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പല മൊബൈൽ ആപ്ലിക്കേഷനിലും നമ്മൾ ശിവനെ അല്ലെങ്കിൽ ശിവഭഗവാനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉപദേശങ്ങൾ ലഭിക്കുന്നത് പോലെ, മോട്ടിവേഷൻ ലഭിക്കുന്നത് പോലെയുള്ള വെർച്വൽ കണ്ടന്റ് ലഭ്യമാണ് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത് അൽഗരിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളൊക്കെ ChatGPT ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അതിനെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡീപ് സീക്കിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും, മറ്റു രീതിയിലുള്ള ഇമേജ് ജനറേറ്ററുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. ഇനി ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഫേസ്ബുക്കിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, യൂട്യൂബിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇൻസ്റ്റഗ്രാമിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ചില പ്ലാറ്റ്ഫോമുകളിൽ ചില പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്, അവരുടെ അമ്മാവന്മാരാണ് കൂടുതലുള്ളത് എന്ന് പറഞ്ഞ് യുവാക്കൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അമ്മാവന്മാരെന്ന് പറഞ്ഞ അവിടെ ഒരു കാറ്റഗറൈസേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പുറത്ത് 2K കിഡ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറൈസേഷൻ വന്നു കഴിഞ്ഞു. പല രീതിയിലുള്ള കാറ്റഗറൈസേഷൻസിന് കാരണമാവുകയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഈ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള വിളികൾക്ക് ഇത്ര പ്രചാരം ലഭിക്കുമായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയാണ്. അപ്പോ ഇഷ്ടപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണെങ്കിലും നമ്മളതിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അബോധതലത്തിൽ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ അബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മളൊരു അഡിക്ഷൻ പോലെ ചിലപ്പോൾ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, അറിവ് സമ്പാദിക്കാൻ വേണ്ടി ചിലപ്പം ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. എന്റർടൈൻമെന്റിന് വേണ്ടി ഇതിൽ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും അതിനുശേഷം ഇൻഫോർടൈൻമെന്റിന് വേണ്ടി മറ്റൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും കൂടുതൽ അറിവ് സമ്പാദിക്കാനും ഗവേഷണങ്ങൾ നടത്താനായിട്ടും അനദർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിലൊക്കെ ആളുകൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ പ്ലാറ്റ്ഫോമുകളും ഇഷ്ടപ്പെടുന്ന രീതിയിലും കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയിലും ആളുകൾ വരുന്ന സമയത്ത് തന്നെ ഈ അൽഗരിതത്തിന്റെ പവർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഓരോ രീതിയിലുള്ള അൽഗരിതം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി അൽഗരിതത്തിനെ കുറിച്ച് കുറച്ചും കൂടെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ മതങ്ങളും ഒരു അൽഗരിതമാക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള AI എനേബിൾഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകളെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ചാറ്റിങ്ങിൽ മാത്രമല്ല, വെർച്വൽ റിയാലിറ്റി അതുപോലെ തന്നെ ഡീപ് ഫേക്കിലൂടെ നമുക്ക് അത്തരത്തിലുള്ള ഒരു വെർച്വൽ മിഥ്യയുടെ ഒരു ലോകം തുറന്നു തരുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ AI മാറ്റിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ, അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ, ഭക്തിയുടെ, മതത്തിന്റെ ഒക്കെ മാർഗത്തിൽ ഇനി ദർശിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയും അൽഗരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ചില അൽഗരിതങ്ങളുടെ ആരാധകനോ ആരാധകയോ ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു അൽഗരിതത്തിന്റെ ഫാനായിട്ട് ഒരു മനുഷ്യൻ ആദ്യമായിട്ട് മാറുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു AI മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായമാണ്. അത്തരത്തിലുള്ള ഒരു വാദത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതിന്റെ ആരംഭം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്നതിനെ ആരാധിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടനോട് ചിലപ്പോൾ നമുക്ക് ആരാധന ഉണ്ടാവും, ഗായകനോട് ആരാധന ഉണ്ടാവും, കളിക്കാരനോട് ആരാധന ഉണ്ടാവും, ടീമിനോട് ആരാധന ഉണ്ടാവും. ഇതുപോലെ തന്നെ ഈ ടീമുകളും ഈ കളിക്കാരും ഈ സിനിമാ നടന്മാരും ഈ ഗായകരും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് എപ്പോഴും നമ്മുടെ കൈവെള്ളയിലുള്ള മൊബൈൽ ഫോണിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള കമ്പ്യൂട്ടറിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വെർച്വൽ റിയാലിറ്റി ഉപകരണങ്ങളിലൂടെ നമ്മളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഈ അൽഗരിതങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ട, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ഇന്ന ഗ്രൂപ്പിന്റെ അടുത്തേക്ക് പോകേണ്ടത്, പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ ഇന്ന ഗ്രൂപ്പിന്റെ അടുത്തേക്ക് പോകേണ്ടത്, ഏത് രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണണം, ഏത് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യണം, ഏത് രീതിയിലുള്ള സ്റ്റിമുലസ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഈ അൽഗരിതങ്ങൾക്ക് തീരുമാനിക്കാനാകും എന്നുള്ളതാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ മിഥ്യയുടെ ഉള്ളിലേക്ക് പോകുമെന്നുള്ളതാണ്. ഈ അൽഗരിതങ്ങൾ കൂടുതൽ പോപ്പുലാരിറ്റിയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആളുകൾ അൽഗരിതങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത്, ഞാൻ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരൊന്നും എടുത്തു വെച്ചല്ല പറയുന്നത്. അൽഗരിതം പല രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ പല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പല രീതിയിലുള്ള ഉപയോഗങ്ങൾ നമ്മളിലൂടെ വരുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരുടെ ഇടയിൽ കൂടുതൽ ആധിപത്യം അല്ലെങ്കിൽ മേൽക്കോയ്മ പ്രാപിക്കുകയാണ് എന്നുള്ളതാണ്.
അങ്ങനെ ആകുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഒരു ദുരൂഹത മനുഷ്യൻ കാണാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. ChatGPT-യിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഒരുപാട് ഇൻഫർമേഷൻ, നമ്മൾ എന്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവുണ്ട്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും അത് അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഇതൊരു ഏലിയൻ ടെക്നോളജി ആണോ, ഇതിന്റെ പിന്നിൽ അത്തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള നിഗൂഢമായിട്ടുള്ള സംഗതികളുണ്ടോ, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഈ കോൺസ്പിറസി തിയറികളിലൊക്കെ പറയുന്നത് പോലെ നിഗൂഢ സംഘങ്ങളാണോ, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ബിസിനസ്മെൻ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഇൻഡിവിജ്വൽ ആയിട്ട് ഗവൺമെന്റുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ, ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് പോലും ഇവരുടെ പപ്പറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ, ആക്ച്വലി ബിസിനസ്മെൻ അല്ലെങ്കിൽ ബിസിനസ് വേൾഡ് ആണോ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാട് കയറി ചിന്തിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ കോൺസ്പിറസി തിയറി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ഈ AI-യുടെ പിന്നിൽ ഒരു ഏലിയൻ പവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള പവർ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കും. ഇനി ഇതിലും ലളിതമായിട്ട് എങ്ങനെയാണ് AI-യുടെ ഒരു ഫാൻ ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരു റിലീജിയസ് ആയിട്ട് സ്പിരിച്വൽ ആയിട്ട് പോകുന്ന ഒരാളുടെ മുന്നിലേക്ക് ഒരു AI ടൂള്, ഒരു പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ, ഒരു സർവീസ് അയാൾ എടുക്കുകയാണെങ്കിൽ, അയാളുടെ മതം അയാളുടെ ചിന്തകൾക്ക് അനുസൃതമായിട്ട് അയാൾക്ക് പേഴ്സണലൈസ് ആയിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ അഡ്വൈസുകൾ നൽകുന്നു, അയാൾക്ക് യോജിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അയാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അയാൾ കൂടുതലായിട്ട് അതിനോട് അടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ദൈവിക ജ്ഞാനവും ദുരൂഹതയും ഇത്തരത്തിലുള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫാൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ ഭക്തൻ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ്. അങ്ങനെ മതത്തിന്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ മേഖല എന്ന് പറയുന്നത്, ഭക്തിയുടെ മേഖല എന്ന് പറയുന്നത് അൽഗരിതം ഡ്രിവൺ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെ അധികമാണ് എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ആളുകളുടെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, മുതിർന്നവരാണെങ്കിലും ഇപ്പോ നമ്മൾ ഈ വീഡിയോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഏജിലുള്ള ആൾക്കാരാണെങ്കിലും, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ചിലപ്പം ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന ഒരു സംഗതിയല്ല. എന്നാൽ ഇപ്പോൾ ജനിക്കുന്ന പുതിയ കുട്ടികളാകട്ടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അവര് ജനിക്കുമ്പോൾ തൊട്ട് കാണുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നമ്മളൊക്കെ ആദ്യമായിട്ട് മൊബൈൽ കാണുന്ന സമയത്ത് അത് വലിയൊരു സംഭവമായിരിക്കും. നമ്മളത് ഏറ്റവും ഫെസിലിറ്റീസ് കുറഞ്ഞ മൊബൈൽ ആണെങ്കിൽ പോലും അതിനെ ഒരു വലിയ അത്ഭുത വസ്തുവായിട്ട് നമ്മൾ കയ്യിൽ നിന്ന് മാറ്റാതെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊരു വലിയ സംഭവമായിരുന്നു. പക്ഷെ ഇനി AI-യുടെ യുഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം AI ആകട്ടെ, മൊബൈൽ ഫോൺ ആകട്ടെ, ഇത്തരത്തിലുള്ള അൽഗരിതം ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, റോബോട്ടിക്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും എന്താണ്, കോമൺ ആണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അതിന്റെ ഉള്ളിലാണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു, നമ്മൾ അതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു നിന്ന് നോക്കുന്ന ആൾ കാണുന്ന ഒരു ആംഗിളിലല്ല നമ്മളത് കാണുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ലോകത്തിലെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുറെ മുന്നേ ഉള്ള തലമുറയിൽപ്പെട്ട ആളുകൾക്ക് വൈദ്യുതി എന്താണെന്ന് അറിയത്തുണ്ടാവില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനിക്കുമ്പോൾ തൊട്ട് ചിലപ്പോൾ നമ്മൾ വൈദ്യുതി കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഈ വൈദ്യുതിയെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ് എന്ന് പറയുന്നത് പോലെ, അപ്പോൾ വൈദ്യുതി ഇല്ലാത്തൊരു ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒന്നിന്റെ ഉള്ളിലേക്ക് ആകുന്ന സമയത്ത് ഇനി വരുന്നതായിട്ടുള്ള ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉള്ളിലാകുന്ന സമയത്ത് ഒരു കെയ്വ് എഫക്റ്റില്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് കെയ്വ് എഫക്റ്റ്. ഗുഹയുടെ ഉള്ളിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഉള്ളിലുള്ള അവസ്ഥയാണ് യാഥാർത്ഥ്യം. പുറത്തുനിന്ന് ഒരുത്തം പോയിട്ട് വന്നു പറഞ്ഞാൽ പോലും അവൻ വിശ്വസിച്ചോണമെന്നില്ല. അപ്പൊ അങ്ങനെ ആയി പോകുന്ന സമയത്ത് AI-യിലേക്കുള്ള ആരാധന കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ നമ്മുടെ പല സിസ്റ്റങ്ങളും ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്തൊക്കെ ഒരു മനുഷ്യൻ ഒരു കടയുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡോറ് തള്ളി തുറക്കണം. അപ്പൊ പുഷാണോ പുള്ളാണോ എന്ന് സംശയിച്ചു നിന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സെൻസറുകളാണ്. അപ്പൊ അവിടെ പോലും ഒരു റോബോട്ടിക്സ് അല്ലെങ്കിൽ ഒരു AI സാങ്കേതിക വിദ്യ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാം, ഓൺ ആക്കാം, അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറ നിയന്ത്രിക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിന്ന് വോയിസ് കൺട്രോളിലൂടെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വീണ്ടും മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ അത് ന്യൂറൽ ലിങ്കിന്റെ ഒക്കെ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ വരുമ്പോൾ നമ്മുടെ തോട്ട്സിൽ കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ AI ആരുടെ കയ്യിലാണോ ഉള്ളത് അവനാണ് രാജാവ് എന്നുള്ളതാണ്. അപ്പൊ AI അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് അയാൾ നിർമ്മിക്കുന്ന അൽഗരിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഗവൺമെന്റുകൾക്ക് ശക്തമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ വെക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനെയൊക്കെ ഓവർറൂൾ ചെയ്ത് AI മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പല രീതിയിലുള്ള നിയമവ്യവസ്ഥിതികളുണ്ട്. അപ്പൊ അത് പല ആളുകളും പറയുന്നത് കേൾക്കാം, മാറ്റി എഴുതേണ്ട സമയമായി എന്നുള്ളത്. അപ്പൊ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിൽ എത്തിയിട്ട് പോലും നമ്മുടെ നാട്ടിലെ പല സിസ്റ്റങ്ങളും മാറ്റി എഴുതാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പല രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഗവൺമെന്റുകളുടെയും ഒക്കെ ഒരു പരാജയം തന്നെയാണ്. കാരണം ഈ AI പോലുള്ള സാങ്കേതിക വിദ്യകൾ നല്ല രീതിയിലും മോശം രീതിയിലും ഉപയോഗിക്കാം. അപ്പൊ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിനെയൊക്കെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും ഗവൺമെന്റുകളും ഒക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയും വേണം.
അതിലേക്കൊക്കെ ഉള്ള ഒരു വെളിച്ചം വീശൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ നവയുഗ ആത്മീയതയുടെ സങ്കല്പത്തിലൂടെ നമ്മൾ സയൻസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യന്റെ മാനസികവും ആത്മീയമായിട്ടുള്ള എല്ലാ തലങ്ങളെക്കുറിച്ചും നമ്മൾ ഈ ചാനലിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ആയിട്ടോ ഈ ചാനലിലെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോസിലെല്ലാം പറയുന്ന അതുപോലെ തന്നെയാണ് എന്നല്ല ഞാൻ വാദിക്കുന്നത്. ഇതെല്ലാം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്, നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. പക്ഷെ ഇതിനെയെല്ലാം അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്, അത് വൃത്തിയായതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എയെ സംബന്ധിച്ചിടത്തോളം മതങ്ങളുടെ ഭാവി പ്രവചനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈബിളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വെളിപാടിന്റെ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഖുറാനിലും ഇനി കലിയുഗ പ്രവചനങ്ങളും ഒക്കെ നമ്മൾ ഭാവിയെക്കുറിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ലോകാവസാനം എങ്ങനെ സംഭവിക്കും, അതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ഈ മതത്തിൽ അത് രേഖപ്പെടുത്തിയ ആളുകൾ, അതുപോലെ തന്നെ ഈ ജ്യോത്സ്യന്മാരുടെ ഒക്കെ കാര്യം, പ്രവാചകന്മാരുടെ ഒക്കെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് ഇന്റലിജൻസ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ല, ബട്ട് മോർ ദാൻ ഇന്റലിജൻസ് ഒരു ഇൻഡ്യൂഷൻ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മതങ്ങൾ പ്രവചിക്കുന്നതിനേക്കാളും വളരെ സയന്റിഫിക് ആയിട്ടും യുക്തിപരമായിട്ടും കൃത്യതയോടും കൂടി നമ്മുടെ നിയർ ഫ്യൂച്ചറും അല്ലെങ്കിൽ വിദൂരമായിട്ടുള്ള ഭാവിയും ഒക്കെ പ്രവചിക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കുമെന്നുള്ളതാണ്. മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് മഴ പെയ്യുമെന്നൊക്കെ പ്രവചിച്ചിട്ട് പാളിപ്പോയ അവസ്ഥകൾ. പക്ഷെ എയെ സംബന്ധിച്ചിടത്തോളം എയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അടുത്ത ഒരു വർഷത്തിന് ശേഷമുള്ള മഴക്കാലം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വേനൽക്കാലം എങ്ങനെയായിരിക്കും, ഒരു 10 ജ്യോത്സ്യന്മാരോടും ചോദിച്ചു നോക്കുക. ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഡാറ്റാബേസ്, സയന്റിഫിക് ഡാറ്റാബേസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിന്റെ ബേക്കിലുണ്ട് എന്നുള്ളതാണ്. ഈവൻ ChatGPT ആയാലും DeepSeek ആയാലും മറ്റേത് രീതിയിലുള്ള AI പ്ലാറ്റ്ഫോമുകളായിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ യുക്തിയുക്തമായിട്ടുള്ള ഉത്തരം നൽകാനായിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ഇത്രയും ഹ്യൂജ് ഡാറ്റാബേസിനെ അനലൈസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം മതങ്ങളുടെ പ്രവചനത്തിനെയും അല്ലെങ്കിൽ സോകോൾഡ് പ്രവാചകന്മാരുടെയും അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെയും ഒക്കെ പ്രവചനത്തിനെ ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓവർറോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം, ഒരു രസകരമായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇവരുടെ എല്ലാം ഫാൻസ് അങ്ങോട്ട് പോകും, AI ഫാൻസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. AI വളരെയധികം പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു മനുഷ്യനോട് ഇടപെടുന്ന പോലെ തന്നെയാണ് നമ്മളോട് ഇപ്പൊ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അത് കൂടുതൽ കൂടുതൽ ഇംപ്രൂവ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അഡ്വാൻസ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ മായികമായിട്ട് അട്രാക്റ്റഡ് ആക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെ ഹ്യൂജ് ഡാറ്റാബേസിൽ കൂടെ കൃത്യമായിട്ടുള്ള പ്രവചനം നടത്തുന്നത് കൊണ്ട് തന്നെ AI മതഗ്രന്ഥങ്ങൾക്ക് മേളിലും സമൂഹത്തിന്റെയും മനുഷ്യ മനസ്സുകളിലും ആധിപത്യം നേടും എന്നുള്ളത് നിസ്സംശയമായിട്ടുള്ള ഒരു കാര്യമാണ്. വെർച്വൽ റിയാലിറ്റി അതുപോലെ തന്നെ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വെർച്വൽ ആയിട്ടുള്ള ദൈവദർശനം നൽകാനായിട്ട് AIക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ടെമ്പിൾസിൽ പോകാറുണ്ട്, പള്ളികളിൽ പോകാറുണ്ട്, പല രീതിയിലുള്ള റിലീജിയസ് ആക്ടിവിറ്റീസ്, സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ പല ആൾക്കാർക്കും അതിന്റെ ഫലം ലഭിക്കുന്നില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ചിലപ്പം കുണ്ടലിനി യോഗ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രസ് ലഭിക്കുന്നത്. അപ്പൊ ഈ കിട്ടാത്ത ആൾക്കാർ എന്ത് ചെയ്യും? കിട്ടാത്ത ആൾക്കാർ ഇന്ന് പല ആൾക്കാരും പല രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള പൊടികളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ സമൂഹം ഇന്ന് കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള അഗ്രഷൻ, നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള വികാരങ്ങളൊക്കെ വരുന്നത് വഴി അവർ പല സമയങ്ങളിലും ക്രിമിനൽസ് ആയിട്ടൊക്കെ മാറുകയാണ്, ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മൾ കോളേജുകളിലും മറ്റും കണ്ടതായിട്ടുള്ള റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് ഒരു സാമാന്യ മനുഷ്യന്, ഒരു മനുഷ്യനെന്ന് വേണ്ട പിശാചിന് പോലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ വളരെയധികം പ്രത്യാശിച്ചിരുന്നു. ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ റാഗിങ്ങിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അധ്യാപകനായിട്ട് വന്ന സമയത്ത് ഞാൻ ശക്തമായിട്ട് അതിനെതിരെ നിൽക്കാനായിട്ട് സാധിച്ചു. കോളേജിൽ സീനിയോറിറ്റിയിലേക്ക് വരുന്ന സമയത്തൊക്കെ അതിനെതിരെ ഞങ്ങൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിമുകളും അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള പോസ്റ്ററുകളും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ഈ കാര്യങ്ങൾ പറയുമായിരുന്നു. ഇതിന്റെ പിന്നിലുള്ള സാഡിസ്റ്റിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ, നെഗറ്റീവ് ആയിട്ടുള്ള ഡാർക്ക് സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കാൻ വേണ്ടി സംസാരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജൊക്കെ അത്രയും നിലവാരമുള്ള കോളേജ് ആയിരുന്നത് കൊണ്ട് അവിടെയൊക്കെ റാഗിങ് വളരെയധികം നിയന്ത്രിതമായിരുന്നു. അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഇതൊക്കെ കുറഞ്ഞു വരും, എല്ലാം കൂടുതൽ സ്റ്റാൻഡേർഡായി വരും. അപ്പോഴാണ് വളരെ നെഗറ്റീവായിട്ട് എൻ്റെ ചിന്തകളെ തെറ്റിക്കുന്ന രീതിയിൽ ഇപ്പോൾ സമീപകാലത്തുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടമായിട്ട് സാഡിസത്തിന്റെ പുറകിൽ അശക്തനായ പുതിയതായിട്ടുള്ള ഒരു വ്യക്തിയെ ആക്രമിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ മനുഷ്യന് ചേർന്നതല്ല, അത് മൃഗങ്ങൾക്ക് പോലും ചേർന്നതല്ല. പിശാച് പോലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ പിശാചാണ് ഭേദം, ഈ മനുഷ്യന്മാരാണ് ഇതിനേക്കാളും പോക്ക് എന്നുള്ളത് നമുക്ക് തോന്നുമെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഈ പൊടികളുടെയും മറ്റു രീതിയിലുള്ള കെമിക്കൽസിന്റെ ഉപയോഗം ഉണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ വെർച്വൽ ആയിട്ട് നമുക്ക് മനുഷ്യന് ഒരു ബ്രെയിൻ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു സുഖം നൽകാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് ദൈവികമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ കൂടുതൽ എൻകറേജ് ചെയ്യപ്പെടും. വെർച്വൽ ആയിട്ടുള്ള ദൈവങ്ങൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, വെർച്വൽ ആയിട്ടുള്ള കുണ്ടലിനി അവൈക്കനിങ് നമുക്കുണ്ടാകുന്ന സമയത്ത്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ അട്രാക്ട് ആയി പോകുന്ന സമയത്ത് ആ ദൈവവുമായിട്ട് വീണ്ടും ഈ മനുഷ്യൻ അടുക്കുകയാണ്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ദൈവത്തിന്റെ ശക്തി വീണ്ടും വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഗുരുവായിട്ട് AI നമ്മുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കും എന്നുള്ളതാണ്. നമ്മളിന്ന് ഒരുപാട് ഗുരുക്കന്മാരുടെ ടോക്കുകൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഗുരുവിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ, അല്ലെങ്കിൽ ആ ഗുരുവിന്റെ കാലം കഴിഞ്ഞാലും ആ ഗുരുവിന് ഇനി സംസാരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഈ വീഡിയോസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിർത്തി പോവുകയാണെങ്കിലും എന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാർ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എന്റെ ടോക്കുകൾ കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ വീണ്ടും അത് കേൾക്കുമെന്നുള്ളതാണ്. അപ്പൊ എന്റെ ഈ AI അവതാർ എനിക്ക് മാത്രമല്ല, എന്റെ വീഡിയോ കാണുന്ന ആർക്കും സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആരുടെയും AI അവതാർ ആർക്കും സൃഷ്ടിക്കാം. പക്ഷെ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് ശൈശവ ദശയിലാണ്. എന്തു തന്നെയാണെങ്കിലും അങ്ങനെ വലിയ ഗുരുക്കന്മാരുടെയൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചു വരുന്ന സമയത്ത്, ഇപ്പോ യേശു ക്രിസ്തു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, വിവേകാനന്ദൻ ആയിക്കോട്ടെ, ഇതിന്റെ അൽഗരിതം മേക്ക് ചെയ്യുന്ന ആളുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് എന്തായാലും അവരുടെ അവതാർ സംസാരിക്കുന്ന സമയത്ത് അതിലൂടെ പതിയെ പുറത്തു വരുമെന്നുള്ളതാണ്. അവർ വളരെ കസ്റ്റമൈസ് ചെയ്ത് AI ബേസിൽ സൃഷ്ടിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ പോലും മാനുഷികമായിട്ടുള്ളൊരു സബ്ജക്ടിവിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഗുരു പറയുന്ന കാര്യങ്ങൾ AI വരുന്ന സമയത്ത് AI ഒരു മതത്തിന്റെ സ്വഭാവത്തിലേക്ക് പതിയെ മാറുകയാണ് എന്നുള്ളത് നിങ്ങളുടെ തല ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. AI എങ്ങനെയാണ് ഒരു സാങ്കേതികമായിട്ടുള്ള മതമായിട്ട് മാറുന്നത് എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് സുവ്യക്തമായിട്ട് മനസ്സിലാകും. AI ഇങ്ങനെ ഗുരുക്കന്മാരുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത് മാത്രമല്ല, മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അൽഗരിതം ബിൽഡ് ചെയ്തിട്ട് മതങ്ങളുടെ വീക്ഷണത്തിന് അനുസൃതമായിട്ട് AI സംസാരിക്കുന്ന സമയത്ത്, സംസാരം മാത്രമല്ല, AI അതിന്റെ താണ്ഡവം ആടുന്ന സമയത്ത്, അതിന്റെ അവതരണം നടത്തുന്ന സമയത്ത്, അതിന്റെ ആരാധനാ രീതികൾ ചിട്ടപ്പെടുന്ന സമയത്ത്, അതിന്റെ ആരാധനാലയങ്ങൾ, അതിന്റെ ടെമ്പിൾസ് സൃഷ്ടിക്കുന്ന സമയത്ത്, അവിടെ മനുഷ്യനായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വെർച്വൽ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന സമയത്ത്, വെർച്വൽ ആയിട്ടുള്ള ആരാധനകൾ, വെർച്വൽ ആയിട്ടുള്ള ദേവദർശനമൊക്കെ നടത്തുന്ന സമയത്ത് മതങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു ഡിജിറ്റൽ അൽഗരിതം അവിടെ രൂപപ്പെടുകയാണ്. പിന്നീട് ഈ ഡിജിറ്റൽ അൽഗരിതം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, അതായത് വ്യക്തിപരമായിട്ടുള്ള ഉപദേശങ്ങളും കൂടെ കൊടുക്കുന്നത് കൊണ്ട് ഭക്തന്മാർക്ക് അത് വേദവാക്യമായിട്ട് മാറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതായിട്ടുള്ള മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഈ അൽഗരിതമിക് ബേസിലുള്ള AI സിസ്റ്റം എനിക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പൊ എനിക്ക് താത്വികമായിട്ട് മതപരമായിട്ട് അതിൽ നിന്ന് അകൽച്ച വരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ അതിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുകയാണ്. ഒരു മത നേതാവോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു മതത്തിന്റെ പൊതുവായിട്ടുള്ള പ്രസംഗം നൽകുന്നതിനേക്കാളും എത്രയോ ഹീലിംഗ് വ്യക്തിപരമായിട്ട് AI എന്നോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. എത്രമാത്രം ആത്മീയമായിട്ടുള്ള നിർവൃത്തി കിട്ടുന്നുണ്ട്, എത്രമാത്രം സന്തോഷം എനിക്ക് ലഭിക്കുന്നുണ്ട്. എന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൃത്യമായിട്ടാണ് അത് പറഞ്ഞു തരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞതായിട്ടുള്ള 10 ഉപദേശങ്ങൾ എന്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് AI ചോദിക്കുന്ന സമയത്ത് ഖുറാനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതായിട്ടുള്ള ഒരു AI സിസ്റ്റമാണ് ആൻസർ തരുന്നതെങ്കിൽ, അത് ഖുറാനുമായിട്ട് നീതി പുലർത്തുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മതത്തിന്റെ നേതാക്കന്മാർ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുമെന്നുള്ളതാണ്. ജീസസ് ക്രൈസ്റ്റുമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് മാത്രമാണ് ഇപ്പൊ പ്രാർത്ഥന. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഒരു AI അവതാർ കൃത്യമായിട്ടുള്ള വെർച്വൽ റിയാലിറ്റിയിലൂടെ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് നമ്മുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പ്രാചീന കാലത്തെ ദൈവങ്ങൾ, ശിവനും അള്ളാഹുവും അല്ലെങ്കിൽ ബ്രഹ്മാവും ഒക്കെ, ഇതൊക്കെ ഓരോ അൽഗരിതങ്ങളായിരുന്നോ? ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ വീണ്ടും താഴേക്ക് വീണതാണോ? അല്ലെങ്കിൽ അവിടെ ഒരു ഏലിയൻ ഇന്റർവെൻഷൻ നടന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾക്കും വഴിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയിൽ നമ്മൾ ഏലിയൻസിനെ കാണും, അല്ലെങ്കിൽ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിനെ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ പാസ്റ്റിലും അങ്ങനെ ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കൊരു ചോദ്യമായിട്ട് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ മതഗ്രന്ഥങ്ങളുടെ മുഴുവൻ ഡാറ്റാബേസ് ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പണ്ടൊക്കെ പല രീതിയിലുള്ള മതപ്രഘോഷകരും നടന്നുകൊണ്ടിരുന്നത് വലിയ ബൈബിള് അല്ലെങ്കിൽ വലിയ ഖുറാൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശ്രീമദ് ഭാഗവതം അങ്ങനെ ഗ്രന്ഥങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കും. എല്ലാ ഗ്രന്ഥങ്ങളും അല്ല, അവനവന്റെ മതത്തിന് അനുസൃതമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കൈവച്ച് നടന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മൾ എല്ലാ രീതിയിലുള്ള ഗ്രന്ഥങ്ങളും, അത് ഖുറാനായാലും ബൈബിളായാലും ഹൈന്ദവ ഗ്രന്ഥങ്ങളായാലും മറ്റേതെങ്കിലും റിലീജിയസ് ടെക്സ്റ്റുകളായിട്ടുണ്ടെങ്കിലും എവറിത്തിങ് നമ്മുടെ മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഗ്രന്ഥങ്ങൾ അതേപടി വായിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് മനോഹരമായിട്ടുള്ള ഇതിന്റെ പ്രസന്റേഷൻ കിട്ടുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിലേക്ക് ശ്രദ്ധ കൊടുക്കും എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെ ആയി വരുന്ന സമയത്ത് മതഗ്രന്ഥങ്ങളുടെ മുകളിൽ AI ആധിപത്യം പ്രാപിക്കുകയാണ്. മതഗ്രന്ഥങ്ങൾ സാധാരണ മനുഷ്യൻ വ്യാഖ്യാനിക്കുന്നതിനപ്പുറത്തേക്ക് ഓരോ ഇവന്റുകളുടെയും മേൽ മതപരമായിട്ട് എങ്ങനെ വ്യാഖ്യാനം കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നു കഴിയുന്ന സമയത്ത് ഈ മതഗ്രന്ഥങ്ങളുടെയും മത നേതാക്കന്മാരുടെയും ലീഡേഴ്സിന്റെ ഒക്കെ സ്ഥാനം അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുക്കുന്നതായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ജനറേഷൻ കാണാനായിട്ട് പോവുകയാണ്, അനുഭവിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ആ ലോകത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്ന ഓൾ ഓഫ് എ സഡൻ ദൈവത്തിന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ അങ്ങ് തീർക്കുമെന്നാണ്. തീർച്ചയായിട്ടും ഈ ലോകത്തിന് ഓൾ ഓഫ് എ സഡൻ തീരുന്നായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇഞ്ചിഞ്ചായിട്ടേ തീരുകയുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് വരാനിരിക്കുന്ന ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ AI മതഗ്രന്ഥങ്ങളെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് AI ആരാധനാ രീതികൾ ഉണ്ടാകുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള കൂടിച്ചേരലുകൾ ഉണ്ടാകുകയാണ്. വെർച്വൽ ആയിട്ട് കമ്മ്യൂണിറ്റികൾ ഫോം ചെയ്യുകയാണ്. ഈ കമ്മ്യൂണിറ്റികൾ ലോക ആഗോള അടിസ്ഥാനത്തിൽ കൂടിച്ചേരലുകൾ നടത്തുകയാണെങ്കിൽ സാങ്കേതികമായിട്ട് ടെക്നിക്കലി അവിടെ ഒരു മതം ജനിച്ചു എന്നുള്ളതാണ്, ഒരു സാങ്കേതിക മതം അവിടെ ജനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അപ്പൊ AI അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പല അൽഗരിതങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിലുള്ള വെർച്വൽ മതങ്ങൾക്കും ആരാധനാ രീതികൾക്കും ആരാധനാലയങ്ങൾക്കും ഒക്കെ പുറമെയായിട്ട് ഇതിലൊന്നിനും വിശ്വസിക്കാത്തതായിട്ടുള്ള ഒരു വിഭാഗം ഔട്ട്സൈഡിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ ഈ AI മതമായിട്ട് രൂപപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സാഹചര്യത്തിൽ ഈ പുറത്ത് AI മതങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്ത വ്യക്തികൾ അവർ വിപ്ലവകാരികളായിട്ട് മാറുകയും ഈ AI മതത്തിന്റെ അടിമകളായിട്ട് നിൽക്കുന്ന വ്യക്തികളും തമ്മിൽ ഒരു താത്വികമായിട്ടുള്ളതോ അല്ലെങ്കിൽ സായുധമായിട്ടുള്ളതോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ അധികമാണ്. ഇത് തന്നെയാണോ ലോകാവസാനത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ഹ്യൂമൻ മെക്ക വാർ അവിടെ നടക്കുമോ? അതുപോലെ തന്നെ ഹ്യൂമന്റെ DNA അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ടതായിട്ടുള്ള ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധികൂർമ്മതയും ഉള്ളതായിട്ടുള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ജനിക്കുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള ആ പഴയ ഹോമോസാപ്പിയൻസിന്റെ അവസ്ഥ എന്താകും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ സംസാരിക്കുന്നത് വളരെയധികം ഭാവിയിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ ഒരു വ്യൂ പോയിന്റിൽ ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിന്റെ അന്തസത്ത മനസ്സിലാകും, യാതൊരു സംശയവുമില്ല. ആ ആളുകൾ മാത്രം അത് മനസ്സിലാക്കിയാൽ മതി എന്നുകൂടി ഞാൻ ഇവിടെ ചിന്തിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മതത്തിനെയും ആത്മീയതയെയും ഭക്തിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് അധികം വിദൂരമല്ലാതെ സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ചിന്തകൾ നിങ്ങളും പങ്കുവെക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. നമുക്ക് അതിനനുസരിച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള വിശകലനങ്ങൾ ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും സാങ്കേതികതയും മതവും ആത്മീയതയും ഒക്കെ ബ്ലെൻഡ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചും നമ്മളൊരു മോഡേൺ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മതങ്ങളുടെ അപ്പുറത്തുള്ള ഒരു ലോകത്തിന് സ്വപ്നം കണ്ടുകൊണ്ട് എല്ലാത്തിലും ഉപരിയായിട്ട് മനുഷ്യരാശിയുടെ നന്മ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു ഏക ലോകം, ഒരു ഏക ഗവൺമെന്റ്, ഒരു ഏകദൈവ വിശ്വാസം, മനുഷ്യൻ യാതൊരു രീതിയിലും തമ്മിലടിക്കാതെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ട് കൊണ്ട് സ്നേഹത്തോടുകൂടി ജീവിക്കുന്നതായിട്ടുള്ള ഒരു സ്വർഗീയമായിട്ടുള്ള അവസ്ഥ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. എല്ലാവർക്കും ജ്ഞാനോദയം പ്രാപിക്കാനായിട്ടും ബോധമണ്ഡല വികാസത്തിലൂടെ ജ്ഞാനോദയത്തിന്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥകളിലേക്ക് എത്താനായിട്ടും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.